ഗോപാലരത്നം ഭുവനൈകരത്നം ഗോപാങ്കനായൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവരത്നം ഭജാമഹേ യാദവവംശരത്നം. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. പാദപത്മമധുമാത്രമരാശയം മേ രക്ഷിച്ചുകൊള്ളുക കരുണാകര ദേവദേവ. ശ്രീഹരേ നമ. അപ്പോ എന്താണ് പറഞ്ഞത്? ആ നാരായണാസ്ത്രമെടുത്ത് അഭിമന്ത്രിച്ചു പാരാതയച്ചാൻ കിരീടിയെ കൊല്ലുവാൻ പാരാമണ്ണൻ എരിഞ്ഞണയുന്ന ശരം കണ്ടു നാരായണന്മാരിലേറ്റുകൊണ്ടിടിനാൻ. പാർത്ഥിനത് കണ്ട് ദേഷ്യം വന്നു. ഭൂഷണമായതു കൃഷ്ണനത് കണ്ടു. ദേഷ്യം വന്നു പാർത്ഥന്. അത്ര തന്നെ, എന്താ പറയേണ്ടത്? അപ്പൊ പറഞ്ഞു, എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആയുധം എടുക്കൂല, ഒന്നും ചെയ്യൂല എന്നെല്ലാം പറഞ്ഞിട്ട് ചമ്മട്ടി മാത്രമേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഭഗവാനെ കാണിച്ചത്? ഞാൻ ഒന്നിനും കൊള്ളാതെ ഒന്നല്ലേ ഇപ്പം അതിന്റെ ഒരർത്ഥം, ധ്വനി എന്നൊക്കെ ഇയാളങ്ങ് പറയാൻ തുടങ്ങി. അപ്പം ഭഗവാൻ സ്വതസിദ്ധമായ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, വിജയ, നീ വേദനിക്കുകയോ വിഷമിക്കുകയോ നിന്ദിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് വൈഷ്ണവാസ്ത്രമാണ് അയച്ചത്. അതെനിക്ക് മാത്രമേ അതിനെ താങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് അങ്ങനെയാണ് ഇന്നലെ പറഞ്ഞു വെച്ചത് നമ്മള്. അപ്പൊ നരകാസുരനിൽ നിന്ന് അസ്ത്രം ഭഗദത്തനിലെത്തി. ആ ശരത്തിനെ വധിക്കുവാനാവാത്തതായി ഒന്നുമില്ല. കഥ പറഞ്ഞു കൊടുക്കുന്നു, ഈ അസ്ത്രത്തിന്റെ കഥ. ഭൂമണ്ഡലം അടക്കം സകലത്തിനെയും മരിച്ചു കളയാൻ വൈഷ്ണവാസ്ത്രത്തിന് അരനാഴിക മതി വിജയ. ഞാൻ പറയുന്നത് നീ മനസ്സിലാക്ക് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ അസ്ത്രത്തെയാണ് ഞാൻ മാറിലേറ്റത്. നിന്റെ പരാഭവമായി കാണുക വേണ്ട. ഭഗദത്തനെ കൊല്ലുവാനുള്ള ശ്രമം തുടരുകയാണ് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഭീരമായിട്ട് യുദ്ധം തുടങ്ങി. ആ ദേഷ്യം വന്നു ആർക്ക്? അർജുനന്. അങ്ങനെ ഭഗദത്തനെ അർജുനൻ വധിച്ചു. ഇനിയിപ്പോ നമുക്ക് കേൾക്കാൻ പറ്റാത്തത് ആയ ഒരു കഥയാണ് പറയേണ്ടി വന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുകയും ചെയ്യില്ലല്ലോ. ചാരന്മാരിൽ നിന്നും കേശവന വാർത്ത അറിഞ്ഞു. ദ്രോണാചാര്യൻ നാളെ ചക്രവ്യൂഹം ചമക്കും. മാധവനൊരു നിമിഷം നിശ്ചലനായി നിന്നു. ചാരന്മാര് പോവുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത ഇങ്ങനെ തേരോട്ടം നടത്തി എന്ന് പറയുന്നു. നാളത്തെ യുദ്ധം പാണ്ഡവന്മാർക്ക് കനത്ത നാശനഷ്ടം ഉണ്ടാക്കും എന്ന് ഭഗവാന് മനസ്സിൽ തോന്നി. അപ്പൊ ഭഗവാന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ പൊന്തി 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 വരികയായിരുന്നു. അപ്പൊ കൈനിലയിൽ നിന്നും ഭഗവാൻ ഒന്ന് പുറത്തിറങ്ങി. നദിക്കരയിലൂടെ നടന്നൊരു റിലാക്സ് ആവണ്ടേപ്പാ. അതിനു വേണ്ടി മുറിവേറ്റ് നിലവിളിക്കുന്ന ഭടന്മാരുടെ മുഖങ്ങളാണ് കാണുന്നത്. വൈദ്യന്മാർ അവർക്ക് മരുന്ന് നൽകുകയാണ്. കാലും കരവും നഷ്ടപ്പെട്ട മൃഗങ്ങളെ, രാക്ഷസ രൂപികളെ കുറെ മനുഷ്യർ നടന്ന് കുത്തിയും വെട്ടിയും കൊല്ലുന്നുണ്ട്. അവിടെ ദീനരോധനം. റിലാക്സ് ആവാൻ നടന്നിട്ട് ഇപ്പൊ കുറച്ചധികം കൂടി മനസ്സിലേക്ക് ഭഗവാന് സങ്കടമാണ് വന്നത് എന്നർത്ഥം. യുദ്ധം കഠിനം തന്നെ. അല്പം അകലെ നദിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ജീവവൃക്ഷം പോലുള്ള അശ്വത്ഥത്തിന്റെ ചുവട്ടിൽ കേശവനിരുന്നു. പത്മാസനത്തിലിരുന്ന മാധവൻ മനസ്സിൽ നിരവധി സംഭവങ്ങൾ തെളിഞ്ഞു. ഭഗവാന്റെ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അതിന്റെ അവസാനം എന്താ? അഭിമന്യുവിന്റെ മുഖം. സുഭദ്രയുടെ മകൻ, തന്റെ മരുമകൻ അർജുനൻ വനവാസം നടത്തുന്ന കാലത്ത് അഭിമന്യു വളർന്നതും പഠിച്ചതും ദ്വാരകയിലായിരുന്നു. ചുറുചുറുക്കും ഓജസ്സുമുള്ളൊരു കുട്ടിയായിരുന്നു അവൻ. അഭിമന്യുവിന് നാളെ 16 വയസ്സ് പൂർത്തിയാകുന്നു. ചന്ദ്രൻ നിന്ന് പുഞ്ചിരിക്കുന്നു. എന്താ ചന്ദ്രൻ പുഞ്ചിരിക്കാൻ കാരണം? ചന്ദ്രന്റെ മകനായ സുവർച്ചസാണ് ഇവിടെ അഭിമന്യുവായിട്ട് വന്നിട്ടുള്ളത്, ഭഗവാന്റെ മരുമകനായിട്ട്. അപ്പോ ഭഗവാൻ കുറെ ഈ പാണ്ഡവപക്ഷത്തേക്ക് കുറെ ദേവന്മാരുടെ അംശാംശമൊക്കെ ഉള്ളവർ വേണം. അപ്പം അങ്ങനെ ചോദിച്ചെല്ലാവരും കിട്ടി. ഭഗവാന് ചന്ദ്രന്റെ മകനായ സുവർച്ചസിന് ചോദിക്കുമ്പോൾ പറഞ്ഞു തരാൻ പറ്റില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറയാനേ പാടില്ല. ഞാനല്ലേ ചോദിക്കുന്നത്, എനിക്ക് തന്നേ തീരൂന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാകുമ്പം അവസാനം ചന്ദ്രൻ ചോദിച്ചു, അവന് 16 വയസ്സ് തികയുന്ന ദിവസം എനിക്ക് തിരിച്ചു തരാമോ? തരാമെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു തരാമെന്ന്. അതും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ സ്വന്തം മകളെയും കൂടി ഈ കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. ഭഗവാൻ വാക്ക് പാലിക്കണം. അത് ഭഗവാന്റെ പ്രധാന
ഒരു ഇതാണ് വാക്ക് പാലിക്കുക എന്നുള്ളത്. നിർബന്ധ ബുദ്ധിയാണ് ഭഗവാന്. അങ്ങനെ നാളെ തൻ്റെ മകൻ തിരികെ ചെല്ലുമെന്ന സന്തോഷമായിരിക്കാം ചന്ദ്രന്. പക്ഷേ അഭിമന്യുവിന്റെ വേർപാട് ഭൂമിയിൽ സൃഷ്ടിക്കുന്ന വേദന ചന്ദ്രന് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. സ്വന്തം കാര്യമല്ലേ എല്ലാവർക്കും അറിയണ്ടോ. ദേവന്മാർ ദേവകാര്യാർത്ഥം മഞ്ഞിൽ ജനിക്കണമെന്നുറച്ച പഴയ കഥയിലേക്ക് വാസുദേവന്റെ മനസ്സ് നീണ്ടു. ദേവന്മാർ ചന്ദ്രനുമായി ജനനകാര്യങ്ങൾ ചർച്ച ചെയ്തു. ഓരോരുത്തരും ഓരോ പിറവി സ്വയം ഏറ്റെടുത്തു. പക്ഷെ ചന്ദ്രന് തന്റെ മകനായ വർച്ചസ്സിനെ ഭൂമിയിലേക്ക് അയക്കുന്ന കാര്യം ഇഷ്ടമല്ലായിരുന്നു. ദേവേന്ദ്രൻ നിർബന്ധം ജാസ്തിയായി. ഒരു വ്യവസ്ഥയിൽ മഞ്ഞിടത്തിലേക്ക് വർച്ചസ്സിനെ അയക്കാമെന്ന് ചന്ദ്രൻ സമ്മതിച്ചു. വർച്ചസ് അർജുനപുത്രനായി ജനിക്കും. 16 വർഷം കഴിയുമ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കും. എനിക്കവന് 16 വർഷത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കുവാൻ കഴിയുകയില്ല, ചന്ദ്രൻ പറഞ്ഞത്. അതുകൊണ്ട് കുരുക്ഷേത്രത്തിൽ വില്ലാളിയെ ചക്രവ്യൂഹത്തിൽ അവൻ മരിക്കണം. അന്നവൻ തിരികെ എൻ്റെ അരികിൽ എത്തുകയും വേണം. ആ വ്യവസ്ഥ ദേവന്മാർ അംഗീകരിച്ചു. ഭഗവാൻ അംഗീകരിച്ചു. അങ്ങനെ വർച്ചസ് അഭിമന്യുവായി ജനിച്ചു. നാളെ അവന് 16 വയസ്സ് പൂർത്തിയാകുന്നു. യുദ്ധതന്ത്രങ്ങളെ കുറിച്ച് ദ്വാരകയിൽ വെച്ച് പഠിപ്പിച്ചപ്പോൾ ചക്രവ്യൂഹം ഭേദിച്ച് കയറുന്നത് എങ്ങനെയെന്ന് അവന് പറഞ്ഞു കൊടുത്തു. അതുമാത്രമല്ല, ഒരു ദിവസം ഇവൻ വയറ്റിലുണ്ടാവുന്ന സമയത്ത് സുഭദ്രയുടെ മടിയിലെ തലയും വെച്ച് അർജുനൻ കിടക്കുമ്പോൾ അടുത്തിരുന്നിട്ട് ഒരു നദിക്കരയിൽ ഇവർക്ക് ഇങ്ങനെ റിലാക്സ് ആവാൻ ഇവർ നദിക്കരയിലാ പോയിരിക്കാം. അപ്പം അർജുനന് കഥ, ഈ ചക്രവ്യൂഹം ഭേദിക്കേണ്ട കഥ പറഞ്ഞു കൊടുക്കും. അർജുനൻ ഉറങ്ങിപ്പോയി. അപ്പൊ വയറ്റിലുള്ള ഈ വിദ്വാനാണ് എല്ലാം മൂളി മൂളി കേൾക്കുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. അപ്പൊ എന്താക്കി, ഭേദിക്കേണ്ടതല്ലാതെ കണ്ട് അതിന്ന് പുറത്ത് കടക്കാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തില്ല ഭഗവാൻ. എന്തേ പറഞ്ഞു കൊടുക്കാതിരുന്നത്? മരുമകനോ ആയിട്ട് വരുന്ന കുഞ്ഞോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചന്ദ്രന് കൊടുത്ത വാക്ക് പാലിക്കാൻ. അതാണ് ഭഗവാൻ. ആ വാക്ക് പാലിക്കാൻ വേണ്ടി ഭഗവാൻ മനസ്സിലായി ഇയാളത് മൂളുന്ന അവിടെ വെച്ചു നിർത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ അറിവ് എങ്ങനെ നൽകും? ചന്ദ്രനോടുള്ള വ്യവസ്ഥ പാലിക്കണമെങ്കിൽ അഭിമന്യു മരിച്ചല്ലേ മതിയാവും. അർജുനാദികളെ രക്ഷിക്കുന്ന തനിക്ക് സ്വന്തം മരുമകന്റെ ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെന്ന തീരാകളങ്കം പിന്നെ വരികയും ചെയ്യുമല്ലോ. സത്യം ആരറിയുന്നു? എന്തായാലും നാളെ ഭീകരമായ ഒരു മുഹൂർത്തം വന്നു ചേരും. ആ മുഹൂർത്തം, ഏതായത് എൻ്റെ മരുമകൻ പോകുന്ന മുഹൂർത്തം വന്നു ചേരുമെന്ന് ഭഗവാൻ മനസ്സിൽ കണ്ടു. ആകാശത്തേക്ക് നോക്കി. ഒരു പിതാവിന്റെ സന്തോഷം ചന്ദ്രന് വിലസുന്നു. വേർപിരിഞ്ഞു പോയ മകൻ തിരികെ വരുന്നത് അറിയുമ്പോൾ ഒരച്ഛനുണ്ടാവുന്ന ആനന്ദമാണ് ചന്ദ്രൻ തെളിയുന്നത്. അതും അനുഭവിച്ച ആളല്ലേ ഭഗവാൻ. പ്രദ്യുമ്നൻ ജനിച്ച അന്ന് തന്നെ പോയിട്ട് പിന്നെ എപ്പോഴാ തിരിച്ചു വന്നത്? വിവാഹിതനായിട്ട് പെണ്ണിന്റെ കയ്യും പിടിച്ചിട്ടാ വന്നത്. അങ്ങനെ കേശവൻ സ്വതസിദ്ധമായി പുഞ്ചിരിച്ചു. കൈനെല്ലയിലേക്ക് നടന്നു. പ്രഭാതമായി. ദ്രോണർ ചക്രവ്യൂഹം ഞമിച്ചു. ചക്രവ്യൂഹം തകർക്കാൻ അഭിമന്യുവിനും കേശവനും മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അന്ന് യുധിഷ്ഠിരനെ രക്ഷിക്കുന്ന ചുമതല അഭിമന്യുവിനെ ഏൽപ്പിച്ചിട്ടാണ് പാർത്ഥനും ഭീമനും രണത്തിന് പോയത്. സമയം കുറച്ചു കഴിഞ്ഞപ്പോൾ രണാങ്കണത്തിൽ നിന്ന് മാർപ്പുപിടികളും കനത്ത ശംഖധ്വനിയും കേൾക്കുവാൻ തുടങ്ങി. പക്ഷേ വിജയന്റെ ഗാണ്ഡീവധ്വനിയോ പാർത്ഥസാരഥിയുടെ പാഞ്ചജന്യ ശബ്ദമോ കേൾക്കുവാനും കഴിഞ്ഞില്ല. അപ്പൊ യുധിഷ്ഠിരന് പേടിയായി. യുധിഷ്ഠിരന്റെ മനസ്സിൽ ആശങ്ക പെരുത്തു. ഉദ്യോഗം വദനത്തിൽ പ്രകടമായി. ഇത് മനസ്സിലാക്കി അഭിമന്യു യുധിഷ്ഠിരനോട് പറഞ്ഞു. യുധിഷ്ഠിരൻ പറയുന്നു, പാർത്ഥന തുല്യനായുള്ള നീ എന്നെ ആർത്തികെടുക്കാൻ മതിയാവുന്നവനെ, അതുകൊണ്ട് നീ പോണെന്ന് പറയുന്നുണ്ട് യുധിഷ്ഠിരൻ. അത് മഹാഭാരതത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഇതിലത് പറയുന്നത് കേൾക്കുന്നില്ല. കുറേ അങ്ങനെ ഞാനൊരു അന്നേരം തേരാളി പറയുന്നു, കുഞ്ഞല്ലേ, കുഞ്ഞിന് പറ്റൂല. ഇത്രയും ഗംഭീരന്മാരായ ശത്രു സൈന്യത്തിലേക്ക് എങ്ങനെയാ മകനെ നീ ഒറ്റക്ക് പോന്നതൊന്നും തേരാളി ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയുന്നു, ഞാനൊരു ബാലകന ശക്തനെന്നാകിലും മാനിയാം എന്നുടെ താതനവർക്കമീ. പിന്നെ പിതാവ് തന്നെ അഗ്രജന്മാരുതി സന്നദ്ധനായ ഘടോൽക്കജൻ ഭ്രാതാവും മാതുലനായത് മാധവൻ എന്നല്ല വാസവൻ മുത്തച്ഛനായതറിഞ്ഞാലും എന്ന് പറയുന്നു. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് മരിക്കാനെങ്കിലും എനിക്ക് സാധിക്കുമല്ലോ എന്ന് പറഞ്ഞാണ് ഈ കുട്ടി പോന്നത്. അങ്ങനെ അഭിമന്യു പറഞ്ഞു, ജയഘോഷം കൗരവരുടേതാണല്ലോ മുത്തച്ഛ, വല്യച്ഛ, ഞാൻ ആയോധന സ്ഥലം വരെ ഒന്ന് പോകാം, സത്യം അറിഞ്ഞു വരാമല്ലോ എന്ന് പറഞ്ഞു. ഭഗവാൻ തോന്നിക്കുന്നതാണ് ഇതൊക്കെ. ഇത് അപ്പം അർജുനനും
പിന്നെ ഭഗവാനും ദൂരെ വേറെ ഏതോ ഒരു വലിയ സംശക്തകന്മാരെന്ന് പേരുള്ള ഒരു സൈന്യത്തോട് എതിർത്തോണ്ടൊക്കെയാണ് ചെയ്യുന്നത്. ആദ്യം വിസമ്മതിച്ചു എന്ന് ഇതിൽ പറഞ്ഞു. വിസമ്മതിച്ചിട്ടില്ല യുധിഷ്ഠിരൻ. പോകാൻ കുട്ടി നിർബന്ധിക്കുക ചെയ്തത്. ശരിക്കും അഭിമാനം ജ്വലിക്കുന്ന വചനത്തോടെ അഭിമന്യു രണാങ്കണത്തിലേക്ക് തിരിച്ചു. അതിനു മുമ്പ് യുധിഷ്ഠിരൻ പറഞ്ഞു, കുഞ്ഞെ, ചക്രവ്യൂഹം ഭേദിക്കുവാൻ നിനക്ക് കഴിയും. പക്ഷെ ഏറ്റവും നിസ്സാരമായ പിഴവ് പോലും കനത്ത ദുഃഖത്തെ വരുത്തി വെക്കും. ചക്രവ്യൂഹം ഞാൻ തകർക്കും വല്യച്ഛ. ദ്രോണരെ തടഞ്ഞു നിർത്തുകയും ചെയ്യും. എന്റെ അമ്പുകൾ പാഴാവുകയില്ല. ഒരാൾക്ക് വേണ്ടി രണ്ടാമതൊന്നും പ്രയോഗിക്കേണ്ടി വരില്ല. സന്തോഷത്തോടെ അഭിമന്യു തേരിലേറി. സാരഥി അവന്റെ രഥത്തെ ദ്രോണരുടെ മുമ്പിലെത്തിച്ചു. അഭിമന്യുവിന്റെ രഥം കണ്ടപ്പോൾ കൗരവപ്പട തട്ടഹസിച്ചു. കിട്ടിപ്പോയി അറിഞ്ഞിട്ട്. രണവീരനായ അർജുനനന്ദനൻ വില്ലിൽ ശരങ്ങൾ തൊടുത്തു. മേഘങ്ങൾ വർഷിക്കുന്നത് പോലെ, മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ തൂകിത്തുടങ്ങി. ശരങ്ങളതു നേരം എയ്തെയ്തടുത്തടുത്ത അർജുനനന്ദനൻ ചൈതന്യമുള്ള ജനത്തെ ഒടുക്കിനാൻ എന്നാണ് മഹാഭാരതം. അങ്ങനെ ഓരോ അമ്പും ചതുരംഗപ്പടയിൽ ഓരോ ജീവൻ കളഞ്ഞ അഭിമന്യുവിന്റെ ആയോധന വൈഭവം ദ്രോണാചാര്യനിൽ ആനന്ദം വളർത്തി. പക്ഷേ ചക്രവ്യൂഹത്തിന്റെ ചില പഴുതുകൾ സൂക്ഷിച്ചു വീക്ഷിച്ചു അഭിമന്യു. ഇത് കയറി കാലും കരവും മുറിഞ്ഞ പട പെരുവെള്ളം പോലെ മഞ്ഞിൽ നിറഞ്ഞു. ആനകൾ മസ്തകം തെറിച്ചു ചെരിഞ്ഞു. കുതിരപ്പടകളുടെ അവയവങ്ങൾ മുറിഞ്ഞു തെന്നി തെന്നി അവ കുന്നുകൂടി. കാലാൾപ്പട ചത്തു മലച്ചു. നോക്കിക്കോ യുദ്ധത്തിന്റെ വൈഭവം. പെട്ടെന്ന് അഭിമന്യു ചക്രവ്യൂഹം ഭേദിച്ചകത്ത് കടന്നു. ധീരമായ ഒരു പോരാട്ടമായിരുന്നു അത്. കൗരവപ്പട ചിന്നിച്ചിതറി. ദ്രോണാചാര്യൻ പോലും പതറിപ്പോയി. ജീവനുള്ളവരെ എല്ലാം നിമിഷത്തിനുള്ളിൽ കൊന്നൊടുക്കി. ബടവാഗ്നി പോലെ, അതായത് കാട്ടുതീ പോലെ അഭിമന്യു കൗരവയിൽ ചുറ്റിക്കറങ്ങി. ദ്രോണാചാര്യൻ പറഞ്ഞു, നേരിട്ട് അഭിമന്യു വധിക്കുവാൻ നമുക്കാവുകയില്ല. ഒളിയമ്പ് കൊണ്ട് മാത്രമേ ഇവനെ നിലംപരിശാക്കുവാൻ കഴിയുകയുള്ളൂ. ആചാര്യനാണത്രേ. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ ഈ എന്താചാര്യനാണ് ഇതൊക്കെ. നമുക്ക് ദ്രോണി, കൃപര്, കർണൻ, കൃതവർമ്മ തുടങ്ങിയ വീരന്മാർ ഒത്തുകൂടി 6 പേരെത്തിട്ട് ദുശാസൻ ഗംഭീരമായ ഒരു ഗതയുമായി അഭിമന്യുവിനെ നേരിടുവാനെത്തി. അഭിമന്യു ഒരു കത്തി അമ്പ് കൊണ്ട് ദുശാസന്റെ ഗത പൊട്ടിച്ചു. തേര് മറ്റൊരമ്പ് കൊണ്ട് ഉടച്ചു. സൂതനെ കൊന്നു. വാജുകളെയും കാലപുരിക്കയച്ചു. ദുശാസൻ പടയിൽ ഓടി ഒളിച്ചു. ദുശാസനെ കൊന്നൂടാ. അഭിമന്യുവിന് ദുശാസനെ കൊല്ലണ്ടേ? ഇതില്ല. അത് ഭീമസേനന്റെ കയ്യിൽ തന്നെയല്ലേ പറ്റുള്ളൂ. എതിർക്കുവാനെത്തിയ കർണനെയും അഭിമന്യു ഏറെ വിഷമിപ്പിച്ചു. വല്യച്ഛനാണ്, കുഞ്ഞിനത് അറിയുകയും ചെയ്യില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ശത്രുവായിട്ടല്ലേ ഉള്ളത്. തേരും കുതിരയും വില്ലും പോയി തെല്ലി പതറി. കർണൻ അഭിമന്യുവിന്റെ പിന്നിലേക്ക് മാറി. കളവ് കണ്ടോ. ചക്രവ്യൂഹം വീണ്ടും ഒരു വിധത്തിൽ ദ്രോണാചാര്യൻ ഇണക്കി ചേർത്തു. അഭിമന്യുവിനോടൊപ്പം വ്യൂഹത്തിനകത്ത് കടക്കുവാൻ പാണ്ഡവ വീരന്മാർക്ക് കഴിഞ്ഞതുമില്ല. അവരെ ജയദ്രഥൻ തടഞ്ഞു നിർത്തുകയും ചെയ്തു. പാണ്ഡവരിൽ നിന്നും ഒറ്റപ്പെട്ട അഭിമന്യു ചക്രവ്യൂഹം മതിച്ചു. നിമിഷാർത്ഥം കൊണ്ട് സൈന്യങ്ങൾ അനവധി ചത്തു മലച്ചു. എങ്ങനെയും അഭിമന്യുവിനെ നിഗ്രഹിക്കണമെന്ന് കരുതി ദ്രോണർ പിന്നിൽ നിന്നും അഭിമന്യുവിന്റെ വില്ലറുക്കുവാൻ കർണനോട് പറഞ്ഞു. വില്ല് കളയാൻ. സൂര്യധനൻ ആദ്യം വിസമ്മതിച്ചു. പറ്റൂല, യുദ്ധത്തിൽ ഇങ്ങനെ കളവ് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട് കർണൻ. ചതിയാണ്, നേരിട്ട് അവന് വധിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ടെടുക്കുവാൻ യത്നിച്ചു. ഒരു പഴുതിലും അഭിമന്യുവിന്റെ സമീപത്തേക്ക് എത്തുവാൻ പോലും ആവുകയില്ലെന്ന് കണ്ടപ്പോൾ കർണൻ പിന്നിൽ നിന്നും സുഭദ്രാധനന്റെ ധനസ് തകർത്തു. 6 മഹാരഥന്മാർ ഒത്തുകൂടി. ഒരാൾ സൂതനെ വധിച്ചു, മറ്റൊരാൾ വാജുകളെ കൊന്നു, വേറൊരാൾ തേരും തകർത്തു. രഥം പോയി അഭിമന്യു വാളും പരിചയമായി യുദ്ധം ആരംഭിച്ചു. ആകാശത്തിലേക്ക് ഒരു ഏരലുണ്ട്. അപ്പൊ ഭഗവാന്റെ ചക്രം കിട്ടുന്നുണ്ട് കുട്ടിയുടെ കയ്യിൽ. ആറ് മഹാരഥന്മാരുടെ കൂരമ്പുകൾ അഭിമന്യുവിനെ പൊതിഞ്ഞു. ശരീരം കീറി മുറിഞ്ഞു. രക്തം പല വഴി ഒഴുകി. ദുര്യോധനപുത്രനായ ലക്ഷ്മണനും അഭിമന്യുവും ഏറ്റുമുട്ടി. ക്രൂരമായ ആ പ്രഹരത്തിൽ ഇരുവരും മരിച്ചു വീണു എന്ന് പറയുന്നു. അഭിമന്യുവിന്റെ ശരീരത്തിൽ നിന്നും അത്ഭുതകരമായ ഒരു ജ്യോതിസ് ഉയർന്ന് അനന്തതയിലേക്ക് ലയിച്ചു. ചന്ദ്രന്റെ അടുത്തേക്ക് എത്തി. അഭിമന്യു പോയി. ഗാന്ധാര
ഗാന്ധാരി പോലും പറയുന്നുണ്ട്, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവശിവ. നല്ല ഭരതകക്കല്ലിനോടൊത്ത് ഒരു കല്യാണ രൂപൻ കുമാരൻ മനോഹരൻ ചൊല്ലിടും അർജുനൻ തന്റെ തിരുമകൻ വല്ലഭീ വല്ലഭ. നിന്റെ ഒരു മകൻ കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ കൊല്ലിക്കയത്രേ. നിനക്കൂരസമിടവുമെന്ന് യുദ്ധക്കളത്തിലേക്ക് സ്ത്രീകളൊക്കെ പോയ സമയത്ത് ഗാന്ധാരി പറയുന്നുണ്ട് ഭഗവാനോട്. ഭഗവാന് സത്യം പാലിച്ചേ പറ്റൂ, സത്യസ്വരൂപനല്ലേ. അത് അറിഞ്ഞു. അഭിമന്യു മരിച്ചവരും യുധിഷ്ഠിരന്റെ ശിബിരത്തിൽ നിമിഷം കൊണ്ടറിഞ്ഞു. വാർത്ത വെള്ളടി പോലെയാണ് യുധിഷ്ഠിരന്റെ ശിരസിലേക്ക് ഇറങ്ങി വന്നത്. ധർമ്മജൻ സംഭവം അറിഞ്ഞ് ഞെട്ടിപ്പടിഞ്ഞ ശിബിരം നിമിഷം കൊണ്ട് ശോകത്തിൽ മുഴുകി. മോഹപരവശനായി ചേട്ടൻ ഓരോന്ന് പറയുവാൻ തുടങ്ങി. ആയോധനത്തിന് പോയിരിക്കുന്ന പാർത്ഥൻ തിരിച്ചു വന്ന ഞാൻ എന്ത് പറയും എന്റെ ഭഗവാനെ, ഞാൻ എന്ത് പറയും? മകനെ കാണുവാനുള്ള ആകാംക്ഷയോടെ ഹൈക്കുലി അവൻ വരിക. രാജാവിനെ സംരക്ഷിക്കണമെന്ന് മകനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് രാവിലെ വിജയം പോയത്. ഞാൻ എന്ത് പറയും, എന്ത് സമാധാനം പറയും ഞാൻ അവനോട്? ഈ മണ്ണിന് വേണ്ടിയുള്ള നശിച്ച പോരാട്ടം എല്ലാം നശിപ്പിച്ചേ പോവുകയുള്ളൂ. ഇങ്ങനെ പറഞ്ഞു വിലപിക്കുന്ന യുധിഷ്ഠിരനെ വ്യാസൻ ആശ്വസിപ്പിച്ചു. വ്യാസനോട് ധർമ്മജൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ചക്രവ്യൂഹം ഭേദിക്കാൻ പോയത് ഗുരുനാഥ. ബാലനായി അവനെ 6 മഹാരഥന്മാർ ചേർന്നാണ് പിച്ചിച്ചേന്തിയത്. വ്യൂഹം തകർത്തകത്ത് കയറിയ എന്റെ പൊന്നുമോനെ സഹായിക്കുവാൻ പാണ്ഡവന്മാർക്ക് കഴിഞ്ഞില്ല. ജയദ്രഥൻ അവരെ തടഞ്ഞു കളഞ്ഞു. എല്ലാത്തിനും കാരണക്കാരൻ ആ ദുഷ്ടനാണ്. ആര്? ജയദ്രഥൻ. അവനിപ്പം കിട്ടും, പേടിക്കണ്ട. പക്ഷെ നമ്മളെ കുഞ്ഞു പോയില്ലേ. അങ്ങനെ വ്യാസൻ ധർമ്മജനെ ആശ്വസിപ്പിക്കുക തന്നെ ചെയ്തു. സംശപ്തകരമായ വിഗ്രഹ പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അർജുനന്റെ മുമ്പിൽ പെട്ടെന്ന് അനേകം ദുർനിമിത്തങ്ങൾ കാണുന്നു. എന്തൊക്കെയോ കാണുന്നു അർജുനൻ. അപ്പം ഭഗവാനോട് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പോരിൽ ഉണ്ടാവും, പിന്നെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നാശം പടക്കുണ്ടെങ്കിലും നമ്മുടെ രാജാവിന് നാശമൊന്നുമില്ല അർജുന എന്ന് ഭഗവാൻ പറഞ്ഞു. കേശവന്റെ മനസ്സ് നിലവിട്ട് തുടിക്കുന്നുണ്ട്. ശിബിരത്തിൽ എന്തെങ്കിലും ആപത്ത് നടന്നിരിക്കുമോ, ജ്യേഷ്ഠനെ ആരെങ്കിലും ആക്രമിച്ചിരിക്കുമോ, നമുക്ക് മടങ്ങുകയാണ് ഉചിതമെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോ പറഞ്ഞു, ധർമ്മജനാപത്ത് സംഭവിച്ചിരിക്കുകയില്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും. ഓ ഈശ്വര, ഈ ഭഗവാന്റെ ഒരു കാര്യം, ഈ ദുഃഖം മുഴുവനും മനസ്സിലിട്ട് അടക്കിയിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ എന്റെ പൊന്നു തമ്പുരാനെ അല്ലാതെ ആർക്കെങ്കിലും പറ്റുമോ? അവർ ശിബിരത്തോട് അടുക്കുമ്പോ പിന്നെയും നിശബ്ദതയാണ് അവിടെ ഒക്കെ. അന്നേരം വിജയൻ ചോദിച്ചു, എന്തേ ഭഗവാനെ ഇങ്ങനെ, എന്തേ ഇവിടെ ഒന്നൊരു ശബ്ദം ഒന്നുമില്ല, ഒച്ചപ്പാടൊന്നുമില്ലാതെ എന്തേ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പം പറഞ്ഞു, പിന്നെയും പറഞ്ഞു ഇത് തന്നെ. എന്താണ് ഇവിടെ സംഭവിച്ചത്? എന്റെ ജ്യേഷ്ഠൻ എന്തെങ്കിലും ഭവിച്ചോ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അഭിമന്യുവിനെയും കാണുന്നില്ലല്ലോ ഭഗവാനെ. ദ്രോണ ചക്രവ്യൂഹം ചമച്ചു എന്നറിഞ്ഞു. അവനത് തകർക്കുവാൻ അറിയാവൻ പോയിട്ടുണ്ടാവോ? തിരിച്ചിറങ്ങുവാൻ അറിഞ്ഞുകൂടല്ലോ. ഈശ്വര, അവൻ വല്ല വിവേകവും കാണിച്ചിരിക്കുമോ? എന്താണ് കേശവ ആരും മിണ്ടാത്തത് എന്ന് ചോദിച്ചു. രഥം ശിബിരത്തിന് മുന്നിലെത്തി. വിജയൻ വേഗത്തിൽ ഇറങ്ങി. ആരോടൊന്നില്ലാതെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വദനം വാടിയിരിക്കുന്നത്? കണ്ണുകൾ നിറഞ്ഞു കൂമ്പിയിരിക്കുന്നുണ്ടല്ലോ. രാജാവിന് ദ്രോണർ പിടിച്ചുകൊണ്ട് പോയോ? അദ്ദേഹത്തെ നോക്കുവാൻ ഏൽപ്പിച്ചിരുന്ന അഭിമന്യെവിടെ? വേഗം പറയുവിൻ. ഒക്കെ പറഞ്ഞു. വേദന വീങ്ങുന്ന വദനവുമായി യുധിഷ്ഠിരൻ പുറത്തേക്ക് വന്നു. അർജുന, ധൈര്യം ഉൾക്കൊള്ളേണ്ടുന്ന നിമിഷങ്ങളാണിത്. അഭിമന്യു ചക്രവ്യൂഹത്തിൽപ്പെട്ടു. ദ്രോണർ എന്നെ ബന്ധിക്കുവാൻ ഒരുങ്ങി വന്നപ്പോൾ അഭിമന്യു എതിർത്തു. വ്യൂഹം തകർക്കാതെ മുന്നോട്ടു പോകുവാൻ ആവുമായിരുന്നില്ല. അഭിമന്യു ചക്രവ്യൂഹം തകർത്തു അനുജ. പക്ഷെ അവനോടൊപ്പം പാണ്ഡവ സൈന്യത്തിന് വ്യൂഹത്തിലേക്ക് കടക്കുവാനായില്ല. ബലശാലിയായ ജയദ്രഥൻ പാണ്ഡവ പടയെ തടഞ്ഞു നിർത്തി. അകത്തെത്തിയ അഭിമന്യു കൗരവപ്പടയെ മുടിച്ചു. ഇത് കണ്ട് ദ്രോണർ, കൃതവർമാവ്, അശ്വത്ഥാമാവ്, കർണൻ, ശല്യൻ എന്നിങ്ങനെ അവന് വളർന്നു. അവരൊക്കെ അവർ ഉണ്ണിയെ നിഹനിച്ചു. ജയദ്രഥന്റെ വക്രതയാണ് എല്ലാറ്റിനും കാരണമായത് എന്ന് ധർമ്മപുത്രർ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. കരഞ്ഞ് കലങ്ങിയ മുഖത്തോടുകൂടി അദ്ദേഹം അങ്ങനെ പറഞ്ഞു. കുറേ സമയം അർജുനൻ സ്തംഭിച്ചു പോയി. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. വേദനയുടെ അപാര സാഗരം വിജയന്റെ ഹൃദയത്തിൽ ഇരമ്പെന്നിങ്ങനെ വേദന.
പെട്ടെന്ന് പ്രാർത്ഥന എഴുന്നേറ്റിട്ട് ഗാന്ധീപം കരത്തിലെടുത്തിട്ട് ഒരു എപ്പോഴും സത്യം ചെയ്യും. ഗാന്ധീപം കയ്യിലെടുത്തിട്ട് വിജയന്റെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകളിൽ നിന്നും അഗ്നിപ്പൊരികൾ ചിതറി. ആ ചുണ്ടുകൾ ഉറക്കെ ചലി. ചക്കവ്യൂഹത്തിൽ 6 പേര് ചേർന്ന് എന്റെ മകനെ വധിച്ചു. ഇത് അധർമ്മമാണ്. വക്രഗതിക്കാരനായ ജയദ്രഥൻ മൂലമാണത് സംഭവിച്ചത്. ഞാനിതാ ഇവിടെ വെച്ചു മുകുന്ദന്റെ പാദങ്ങൾ സാക്ഷിയാക്കി പ്രതിജ്ഞ ചെയ്യുന്നു. നാളെ സൂര്യൻ ഉദിക്കുമെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പേ അവൻ തല ഞാൻ അർക്കും. ജയദ്രഥനെ വധിക്കും. അവൻ കൗരവരെ വിട്ടെന്നെയോ താങ്കളെയോ കേശവനെയോ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ ഞാൻ അവനെ വധിക്കും. തീർച്ചയാണ്. ഞാൻ എന്റെ സത്യം നിറവേറ്റുന്നില്ലെങ്കിൽ മഹാപാപികൾക്കുള്ള ലോകം പ്രാപിക്കട്ടെ. ആ ദുഷ്ടനെ വധിക്കാതെ നാളെ പകലോ നന്ദി പോവുകയാണെങ്കിൽ ഞാൻ ഗാന്ധീവത്തോടൊപ്പം അസ്തമിക്കുന്നതിന് മുമ്പേ അവൻ തല ചക്രി കൊണ്ട് ഏതോ മുറിക്കുന്നതുണ്ടല്ലോ, അതിനെത്തായെങ്കിൽ ഞാൻ എന്റെ ഗാന്ധീവം കൊണ്ട് ചിതയിൽ ചാടി മരിക്കുന്നതാണ്. ഇതാണ് പ്രതിജ്ഞ. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്തു അർജുനൻ ഗാന്ധീവം കുലച്ചു. കേശവൻ പാഞ്ചജന്യെ മുഴക്കി. പാർത്ഥൻ ചെയ്ത ഉഗ്രശപഥം അപ്പോൾ തന്നെ ദുര്യോധന്റെ പടകുടീരത്തില് ഈ വൃത്തികെട്ട ചാരന്മാരെത്തിച്ചു കൊടുത്തു. ശപഥ വാർത്ത അറിഞ്ഞ് ജയദ്രഥൻ ഭയന്നു. ആർക്കും തന്നെ രക്ഷിക്കുവാനാവുകയില്ലെന്ന് അവൻ ഉറച്ചു. നിന്നെ ഇഞ്ചായിട്ട് കൊല്ലണം കഴുതെ. അവരുടെ സമീപത്ത് എത്തിയാലും മരണം നിശ്ചയം തന്നെ. എവിടെയെങ്കിലും മാറുന്നതാണ് യോഗ്യമെന്ന് കരുതി ജയദ്രഥൻ പോകുവാനൊരുങ്ങി. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഏ ഇതെന്ത് കഷ്ടം, ഇത്രയും പേടിത്തൊണ്ടനാണോ നീ? ഞങ്ങളെ ജീവൻ കളഞ്ഞിട്ടെങ്കിലും നിന്നെ നാളെ സന്ധ്യ വരെ കാക്കും, പിന്നെ പ്രശ്നമില്ല. അപ്പൊ അർജുന മരിക്കുമല്ലോ, പിന്നെ നമുക്കിവിടെ ഉഷാറായിട്ട് കളിക്കാട്ടോ. അളിയാ നീ പേടിക്കണ്ട പറഞ്ഞു. നീ അവിവേകം കാണിക്കരുത്. നാളെ നിന്നെ രക്ഷിച്ചാൽ വിജയൻ അഗ്നിയിൽ ചാടി മരിക്കുമല്ലോ. അർജുനൻ വെച്ച പിന്നെ നമുക്ക് എന്തൊന്നും പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് നിന്നെ ഞങ്ങൾ സംരക്ഷിക്കുന്നു പറഞ്ഞു. അപ്പൊ പിന്നെ നല്ല സന്തോഷായി ആനന്ദസാഗരത്തിൽ ആറാടാൻ തുടങ്ങി ഈ ദുഷ്ടൻ. അവൻ ആനന്ദത്തിലോ ഇതിലെങ്കിലും ആറാടട്ടെ. ഏതായാലും ഭഗവാൻ അവന് തുണയുണ്ടാവൂലല്ലോ. ഭഗവാൻ നമ്മക്കല്ലേ, ഈ നല്ലവർക്കല്ലേ കൂടെ ഉണ്ടാവുള്ളൂ. ഭഗവാൻ എന്ന് പറഞ്ഞാല് ഒരു സാധാരണ ഒരു കൃഷ്ണനല്ല. എന്തൊക്കെയാ? മത്സ്യകൂർമ്മ വരാഹമായി നരസിംഹവാമന മുക്തിയായി വത്സലപ്രിയ രാമനായി ഭൃഗുരാമനായി ബലരാമനായി ഉത്സവത്തിനു കൃഷ്ണനായി കലിമത്സരത്തിനു കൽക്കിയായി ചിൽസുഖം തരുമെന്റെ കൃഷ്ണ ഭവാന്റെ ലീലകൾ അത്ഭുതം. അങ്ങനെ അത്ഭുത സ്വരൂപിയായ ആ പൊന്നു തമ്പുരാന്റെ തൃപ്പാദപത്മങ്ങളിൽ ഇന്നത്തെ ഭാഗം സമർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാം ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് തൽക്കാലം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ സമർപ്പിക്കാം.